ശക്തമായ കാറ്റിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ പ്രഭു അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. അസാധാരണമായ ഉയരത്തിനുടമയായിരുന്നു അയാൾ. തീക്ഷ്ണമായ തിളങ്ങുന്ന കണ്ണുകൾ മനുഷ്യരുടേതിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് ഒരു നിമിഷം ജെറി സംശയിച്ചു. അവ ചുവന്ന് കലങ്ങിയിരുന്നു. അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പ്രഭുവിന് ചുറ്റും വീശിയ കാറ്റിൽ മുറിക്കുള്ളിലാകെ വന്യമായ മനം പുരട്ടുന്ന ഒരുതരം മൃഗച്ചൂര് വലയം ചെയ്തിരുന്നു. കോട്ടയ്ക്ക് ചുറ്റും ഒരുപറ്റം ചെന്നായ്ക്കൾ കൂട്ടമായി ഓരിയിട്ടുകൊണ്ടിരുന്നു. ജെറിക്ക് എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. താൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായ സുഖകരമല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് പ്രഭുവിന്റെ വരവെന്ന് അയാൾക്ക് തോന്നി. ഏതാനും സെക്കൻഡുകൾ പ്രഭു അതേ നിൽപ്പ് തുടർന്നിട്ട് പൊടുന്നനെ മുന്നോട്ട് നടന്നു. അവർക്കിടയിലൂടെ വായനാമുറി കടന്ന് മുന്നോട്ടു പോയി. ഏതോ ഒരു വന്യജീവി തങ്ങളെ കടന്നു പോകുന്നതായാണ് ഗന്ധം കൊണ്ട് എല്ലാവർക്കും തോന്നിയത്. ജെറിയുടെ സങ്കല്പങ്ങളെ ആകെ അട്ടിമറിച്ചതുപോലെയായിരുന്നു പ്രഭുവിന്റെ വേഷവിധാനം. തനി യൂറോപ്യൻ രീതി. കറുത്ത പാൻസും ഫ്രില്ല് പിടിപ്പിച്ച വെളുത്ത ഷർട്ടും അതിനുമീതെ കറുത്ത സാറ്റിൻ തുണി കൊണ്ടുള്ള ഒരു വെയിസ്റ്റ് കോട്ടും കഴുത്തിൽ മനോഹരമായ ഒരു ചുവന്ന ബോയും. അത്രയുമായിരുന്നു പ്രഭുവിന്റെ വേഷം. കാലിൽ പോളിഷ് ചെയ്തു മിനുക്കിയ കറുത്ത ഷൂസുകളും. അടുത്തപ്പോഴോ വൃത്തിയായി ക്ഷൗരം ചെയ്ത മുഖം ഇരുളിലും വെട്ടിത്തിളങ്ങുന്നത് പോലെ. ഏതോ ഹോളിവുഡ് സിനിമയിൽ നിന്നും നേരിട്ടിറങ്ങി വന്ന നായകനെ പോലെയാണ് ജെറിക്ക് തോന്നിയത്. ഒരുപക്ഷെ മാറിയ കാലത്തിന്റെ പ്രതിഫലനം പ്രഭുവിലും ഉണ്ടാകണമല്ലോ. വരൂ. മുന്നോട്ട് നടക്കവേ ഒരാജ്ഞ പോലെ പ്രഭു പറഞ്ഞു. ഒരു നിമിഷം എല്ലാവരും യാന്ത്രികമായി എന്ന പോലെ അയാളെ അനുഗമിച്ചു. തീന്മേശക്കരികിലേക്കാണ് പ്രഭു നടന്നെത്തിയത്. മേശ അപ്പോഴേക്കും വൃത്തിയാക്കപ്പെട്ടിരുന്നു. ഫ്ലവർ വേസുകളിൽ ഇപ്പോൾ പുതിയ ചുവന്ന റോസാപ്പൂക്കളായിരുന്നു നിറയെ അലങ്കരിച്ചിരുന്നത്. വിശാലമായ ആ മുറിയിലും വെളിച്ചം തീരെ കുറവായിരുന്നു. ശക്തമായ കാറ്റിൽ പന്തങ്ങളിൽ ഏറെയും അണഞ്ഞുപോയിരുന്നു. ഒരേ ഒരു പന്തത്തിൽ നിന്നുള്ള പ്രകാശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെന്ന് എല്ലാവരും കണ്ടു. ഇരുളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പകലിനേക്കാൾ രാത്രിക്കാണ് കൂടുതൽ സൗന്ദര്യം. ശരിയല്ലേ? പ്രഭുവിന്റെ വാക്കുകൾ എല്ലാവരിലും ഒരു നിമിഷം അമ്പരപ്പ് പടർത്തി. തങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെയായിരുന്നു പ്രഭുവിന്റെ പ്രതികരണമെന്ന് തോന്നി. പകൽ കാഴ്ചകൾ അസത്യങ്ങളുടേതാണെങ്കിൽ രാത്രിയിൽ യഥാർത്ഥമായതു മാത്രമേ കാണുകയുള്ളൂവെന്ന് ഞാൻ പറയും. ചിരിച്ചുകൊണ്ട് പ്രഭു പറഞ്ഞു നിർത്തിയപ്പോൾ ഡ്രാഗോസ് ഭയഭക്തി ബഹുമാനങ്ങളോടെ അയാൾ കൊണ്ടുവന്ന വിശേഷപ്പെട്ട ചുവന്ന നിറത്തിലുള്ള ഒരു വലിയ മേലങ്കി പിന്നിൽ നിന്നും പ്രഭുവിനെ ധരിപ്പിച്ചു. അതോടെ പ്രഭു കൂടുതൽ ഗാംഭീര്യമുള്ള ഒരു കാഴ്ചയായി മാറി. ചരിത്രമുറങ്ങുന്ന വല്ലാഖിയയുടെ മണ്ണിലേക്ക്, നൂറ്റാണ്ടുകളായി ട്രാൻസിൽവാനിയ ഭരിച്ച ഡ്രാക്കുള പ്രഭുക്കന്മാരുടെ കോട്ടയിലേക്ക്, എൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത്രയും പറഞ്ഞിട്ട് ചുവന്ന മേലങ്കിയുടെ പിന്നഗ്രം മറ്റു കസേരകളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ചെറിയൊരു സിംഹാസനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ കസേരയുടെ പിന്നിലേക്ക് വിടർത്തിയിട്ടിട്ട് പ്രഭു ഇരുന്നു. അപ്പോഴും പ്രഭുവിന്റെ സ്വാഗത വചനങ്ങളുടെ മാറ്റൊലികൾ അടങ്ങിക്കഴിഞ്ഞിരുന്നില്ല. ഇരിക്കൂ, പ്രഭു എല്ലാവരോടുമായി പറഞ്ഞു. ഏതോ അദൃശ്യ ശക്തി നിയന്ത്രിക്കും പോലെ എല്ലാവരും പ്രഭുവിന് മുന്നിലെ ഇരിപ്പിടത്തിൽ അമർന്നിരുന്നു. പ്രഭു എല്ലാവരെയും സൂക്ഷിച്ച് ഒരാവർത്തി നോക്കിയിട്ട് തന്റെ നോട്ടം ഹെൻറിയിൽ തറപ്പിച്ചു നിർത്തി. പുരോഹിതനാണല്ലേ? പ്രഭു സാവധാനം ചോദിച്ചു. ജെറി അത്ഭുതപ്പെട്ടുപോയി. ദൈവനാമത്തിൽ അതെ, ഹെൻറി ഉത്തരം നൽകി. അത് കേട്ടപ്പോൾ പൊതുവെ ചുവന്നിരുന്ന പ്രഭുവിന്റെ കണ്ണുകൾ കൂടുതൽ തിളങ്ങുകയും ഒന്ന് കുറുകിയടയുകയും ചെയ്തു. ആശ്ചര്യമായിരിക്കുന്നു. പ്രഭു ചെറുതായൊന്നും മന്ദഹസിച്ചുവെങ്കിലും ഹെൻറിയിൽ നിന്നുള്ള തന്റെ നോട്ടം പിൻവലിച്ചില്ല. കൂടുതൽ ശക്തമായ നോട്ടത്തിലൂടെ ആ കണ്ണുകൾ തന്നെ ആകമാനം ചൂഴ്ന്നെടുക്കും പോലെയാണ് ഹെൻറിക്ക് തോന്നിയത്. എന്റെ അറിവിൽ ഒരു പുരോഹിതൻ ഇവിടെ ആദ്യമാണ്. മറ്റൊന്നുമില്ലെങ്കിൽ ചരിത്രം തന്നെ ആവാം താങ്കളെയും ഇവിടെ എത്തിച്ചതെന്ന് കരുതട്ടെ. പ്രഭുവിന്റെ നോട്ടം ആർദറിലേക്കും പിന്നെ കാതറീനിലേക്കും വഴുതി മാറി. കാതറീനെ കണ്ടപ്പോൾ ആ കണ്ണുകൾ അല്പമൊന്ന് വികസിക്കുന്നത് ജെറി ശ്രദ്ധിച്ചു. പ്രഭു ജെറിയെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പ്രഭുവിന്റെ ചോദ്യത്തിന് ഹെൻറി മറുപടി നൽകിയതുമില്ല. അല്പനേരം പ്രഭു നിശബ്ദനായിരുന്നുവെങ്കിലും ഹെൻറിയെ പ്രത്യേകിച്ചും
പിന്നീട് ആർദ്രയും കാതറിനെയും പാളി നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ മേശമേൽ അവർക്ക് മുന്നിൽ നിരത്തിയിരുന്ന ചുവന്ന വൈൻ നിറച്ച ഗ്ലാസുകൾ ചൂണ്ടിപ്പറഞ്ഞു, കുടിക്കൂ. ഇവിടെ എത്തുന്നവർക്കായി ഈ കോട്ടയിലെ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും പ്രത്യേകം തയ്യാർ ചെയ്തെടുത്ത വീഞ്ഞാണിത്. പക്ഷേ ഞാനിത് കഴിക്കാറില്ല. ഇതെന്നല്ല ഒരു മദ്യവും. പ്രഭു പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും വൈൻ ഗ്ലാസുകൾ കയ്യിലെടുത്തു. ഉപചാരവാക്കുകൾക്ക് ശേഷം അല്പം രുചിച്ചു നോക്കി. പ്രഭു പറഞ്ഞത് അക്ഷരം പ്രതി ശരിവയ്ക്കും പോലെ ഏറെ വിശിഷ്ടമായ ഒന്നാണതെന്നും ഇത്ര രുചിയേറിയതൊന്ന് താൻ ജീവിതത്തിൽ ആദ്യമായി കുടിക്കുകയാണെന്നും ജെറിക്ക് തോന്നി. അപ്പോഴേക്കും പ്രഭുവിന്റെ ഘനഗാംഭീര്യം നിറഞ്ഞ വാക്കുകൾ മുറിയിൽ മുഴങ്ങി. ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ അതിഥികളാണ്. അതിഥികൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ക്ഷേമവും ഒപ്പം സുരക്ഷിതത്വവും ഞാൻ ഏറെ വിലമതിക്കുന്നു. കാരണം എൻ്റെ അതിഥികൾ എൻ്റെ പ്രജകളും കൂടിയാണ്. പ്രജാവത്സലനായ ഒരു ഭരണാധികാരിയുടെ തന്നെ വാക്കുകളാണ് തങ്ങളിപ്പോൾ കേൾക്കുന്നതെന്ന് ജെറിക്ക് തോന്നി. ജെറിയുടെ ചിന്തകൾക്കുമേൽ പ്രഭുവിന്റെ വാക്കുകൾ വീണ്ടും മുറിഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, എൻ്റെ മുൻ തലമുറക്കാർ ട്രാൻസിൽവാനിയയുടെയും ഈ വല്ലാഖിയൻ പ്രദേശത്തിൻ്റെയും ഭരണാധിപന്മാരായിരുന്നുവെന്ന്. അവരുടെയൊക്കെ ആസ്ഥാനം കൂടിയായിരുന്നു ഈ കോട്ട. അതുകൊണ്ട് തന്നെ 100 കഥകൾ ഈ കോട്ടയെയും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളെക്കുറിച്ചുമുണ്ടാകും. നിങ്ങൾ ചരിത്രം അറിയാവുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരം സഞ്ചരിച്ച് നിങ്ങളിവിടെ എത്തിച്ചേർന്നത്. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തതും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാനിടയില്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ജെറി അടക്കം എല്ലാവരും പ്രഭുവിന്റെ അടുത്ത വാക്കുകൾക്കായി ചെവി കൂർപ്പിച്ചിരുന്നു. ഈ കോട്ടയിലെ എല്ലാ ഇടങ്ങളും ഒരുപോലെ സുരക്ഷിതമല്ലെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. അപകടങ്ങൾ പതിയിരിക്കുന്ന അനേകം സ്ഥലങ്ങളുണ്ട് ഈ വലിയ കോട്ടയിൽ. 100 കണക്കിന് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന അനവധി മുറികളും ഭൂഗർഭ ഗുഹകളുമുണ്ട് ഇവിടെ. അവയൊന്നും കാഴ്ചകൾക്ക് പറ്റിയതല്ലെന്ന് ഓർമ്മിക്കുക. പകൽ പോലും അവിടേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. രാത്രികാലങ്ങളിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത എന്തെങ്കിലുമൊക്കെ വിചിത്രവും ഭയാനകവുമായ ശബ്ദം കേട്ടാൽ അവയൊക്കെ അവഗണിക്കുക. ഒരിക്കലും അതിൻ്റെ ഉറവിടത്തിന് പിന്നാലെ പോകാൻ ശ്രമിക്കരുത്. ഒരുപാട് ദുർമരണങ്ങൾ നടന്ന ഇടങ്ങളാണ് ഇവിടങ്ങളിൽ പലതും. കഴിവതും നിങ്ങൾക്കായി അനുവദിക്കപ്പെട്ട മുറികളിൽ മാത്രം താമസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുക. എന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ ഒരുപക്ഷെ അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. ഒന്നോർക്കുക, അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളെ പിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രഭുവിന്റെ വാക്കുകളിൽ ഒരു മുന്നറിയിപ്പിന്റെ ധ്വനിയുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. അയാൾ തുടർന്നു, സാഹസം മനുഷ്യ സഹജമാണ്. എന്നാൽ അതിസാഹസം അത് നിങ്ങളുടെ മാത്രം വിവേചന ബുദ്ധിക്ക് ഞാൻ വിടുന്നു. പ്രഭു പറഞ്ഞു നിർത്തിയിട്ട് ഡ്രാഗോസിന് നേരെ തന്റെ നീണ്ട വിരലുകൾ ചൂണ്ടി. നിങ്ങളുടെ എന്താവശ്യത്തിനും സഹായത്തിനുമായി ഡ്രാഗോസ് സദാ സന്നദ്ധനായി ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അല്പം തിരക്കിലാണ്. നിങ്ങൾക്ക് ശുഭരാത്രി നേരുന്നു. അത്രയും പറഞ്ഞിട്ട് പ്രഭു എഴുന്നേറ്റ് വായനാമുറിയെ ലക്ഷ്യമാക്കി നീങ്ങി. ഒരു നിമിഷ നേരത്തേക്ക് എല്ലാവരും നിശ്ചലരായി പ്രഭു പോയ ഭാഗത്തേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും ജെറി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വായനാമുറി ലക്ഷ്യമാക്കി തിടുക്കത്തിൽ നടന്നു. ആ മുറിയുടെ വാതിൽ കടക്കാൻ ഒരുങ്ങുമ്പോൾ വിസ്മയം ജനിപ്പിക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടു. വായനാമുറിയുടെ വലിയ ജനാലയിൽ ഒരു രൂപം നിൽക്കുന്നു. ജനാല വിരിയുടെ മറവിലും മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിലുമായി ഒരു സെക്കൻഡ് മാത്രമേ ജെറിക്ക് ആ കാഴ്ച കാണാൻ കഴിഞ്ഞുള്ളൂ. ജെറി നോക്കി നിൽക്കുമ്പോൾ ആ രൂപം ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് പറന്നു താഴ്ന്ന കാഴ്ച അയാളെ ഒരു നിമിഷം നടുക്കിക്കളഞ്ഞു. എന്താണ് താൻ കണ്ടതെന്ന് വിശ്വസിക്കാനാവാതെ ഒന്നുകൂടി ഉറപ്പിക്കാൻ അയാൾ ആ ജനാലയുടെ സമീപത്തേക്ക് കുതിച്ചു ചെന്നു. നിലാവെളിച്ചത്തിൽ ഒരു കൂറ്റൻ കടവാതിൽ അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറന്നു പോകുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അപ്പോൾ പ്രഭു ജെറിയുടെ നെറ്റി ചുളിഞ്ഞു. ചുറ്റും നോക്കുമ്പോൾ വായനാമുറിയിൽ നിന്ന് മറ്റൊരിടത്തേക്കും പോകാൻ വഴികളില്ലെന്ന് അയാൾ കണ്ടു. ഒരു നിമിഷം ജെറി സംശയത്തോടെ വീണ്ടും വെളിയിലേക്ക് നോക്കി. അയാൾ ശക്തമായി ഒന്ന് നടുങ്ങി. താഴെ ഇരുളിൽ താൻ പലപ്പോഴായി കാണാറുള്ള ആ ഭീകര സ്വത്വം, കറുത്ത ചെന്നായ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിന്റെ ഭയങ്കരമായ മുരളൽ ജെറിയുടെ ചെവികളിൽ പതിച്ചു. ഞെട്ടിത്തെറിച്ച് ജെറി പിന്നിലേക്ക് മാറി. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്തിട്ട് അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജെറി താഴേക്ക് നോക്കുമ്പോൾ ആ ഭീകരജീവി ഓടി ഇരുളിലേക്ക് മറയുന്നതായി കണ്ടു. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്തവനെ പോലെ ജെറി അങ്ങനെ തന്നെ നിന്നു.
എന്തൊക്കെയാണ് താൻ ഈ കാണുന്നത്? തനിക്ക് ചുറ്റും അവിശ്വസനീയമായതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന തിരിച്ചറിവിൽ ജെറി അസ്വസ്ഥനായി. മനുഷ്യന്റെ അറിവിനും ബോധത്തിനും നിരക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി താൻ കാണുന്നതെന്ന് അയാൾ ഓർമ്മിച്ചു. തന്റെ ഇതുവരെയുള്ള കുറ്റാന്വേഷണങ്ങളുടെ നാൾ വഴികളിലെങ്ങും ഇത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് അയാൾ ഓർത്തു. ഭീകരരായ കുറ്റവാളികളുമായി മുഖാമുഖം കണ്ടപ്പോഴൊന്നും ഒരിക്കൽ പോലും പ്രേതപിശാചുക്കളുടെ സാന്നിധ്യമോ സാമീപ്യമോ അനുഭവിച്ചറിയാൻ തനിക്ക് സാധിച്ചിട്ടില്ല. വാമ്പയർ കഥകൾ പലതും വായിച്ചിരുന്നെങ്കിൽ കൂടി ഇത്തരം ദുരാത്മാക്കൾ ഭൂമിയിൽ നിലവിലില്ലെന്ന തന്റെ ഉറച്ച വിശ്വാസങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന സത്യം ജെറി ഉൾക്കിടിലത്തോടെ അറിഞ്ഞു. പ്രഭുവിന്റെ വാക്കുകളിൽ നിന്ന് ഇനി വരാനിരിക്കുന്നത് അതിലേറെ അപകടം പിടിച്ച കാര്യങ്ങളായേക്കാമെന്നും അയാൾ ഭയന്നു. തൊട്ടടുത്ത നിമിഷം ആ വലിയ ജനാലച്ചില്ലുകൾ ശക്തിയായി കാറ്റിൽ വലിഞ്ഞടഞ്ഞപ്പോൾ ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്ന ജെറി വേഗം തീൻമേശയെ ലക്ഷ്യമാക്കി നടന്നു. ജെറി മേശക്കരികിലെത്തുമ്പോൾ എല്ലാവരും അവരവരുടെ ലോകത്ത് തിരികെ എത്തിയിരുന്നു. എങ്കിലും അല്പം മുമ്പ് താൻ കണ്ടതായ ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അവരുമായി പങ്കിടാൻ ജെറി മടിച്ചു. ഒരുപക്ഷെ നശിച്ച ആ കാഴ്ചകളൊക്കെ തന്റെ തോന്നലുകളോ ഭാവനാ സൃഷ്ടിയോ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചേക്കാൻ ഇടയുണ്ടെന്ന് അയാൾക്ക് തോന്നി. വേണ്ട, താൻ കണ്ടതൊക്കെ അങ്ങനെ തന്നെ ആരുമറിയാതിരിക്കട്ടെ, ജെറി ഉള്ളിൽ സ്വയം ഉറപ്പിച്ചു. ഡ്രാഗോസ് വീണ്ടും എല്ലാവർക്കും വീഞ്ഞു പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. പ്രഭു പോയി മറഞ്ഞതോടെ മുറിയിലെ അസഹനീയമായ ആ മൃഗച്ചൂരും കാറ്റിൽ ലയിച്ച് നേർത്തുകൊണ്ടിരുന്നു. അതും ജെറിയിൽ കൂടുതൽ ഭയം ജനിപ്പിച്ചിരുന്നു. ഇന്നുകൂടി നിങ്ങൾ ഇപ്പോൾ തങ്ങുന്ന മുറിയിൽ തുടരുക. നാളെ പുതിയ മുറികൾ ഞാൻ ഏർപ്പാടാക്കാം. ചിലപ്പോൾ നാളെ പുതുതായി 2 സഹായികൾ കൂടി ഇവിടെ എത്തും, ഡ്രാഗോസ് പറഞ്ഞു. ഞങ്ങൾ അല്പനേരം കൂടി ഇവിടെ ഇരുന്നു കൊള്ളട്ടെ? ഹെൻറി ഡ്രാഗോസിനോട് ചോദിച്ചു. അതിനെന്താ, പക്ഷേ പ്രഭു പറഞ്ഞ വാക്കുകളൊന്നും മറക്കാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഡ്രാഗോസ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞിട്ട് അവർക്ക് ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇടനാഴിയിലൂടെ മടങ്ങിപ്പോയി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹെൻറി ജെറിക്ക് നേരെ തിരിഞ്ഞു. പ്രഭു പോകുന്നത് താങ്കൾ കണ്ടോ? ആ ചോദ്യം കേട്ട് ജെറി ഹെൻറിയെ നോക്കി. ഒരു കടവാവലിനെ പോലെ പറന്നാണോ അയാൾ അപ്രത്യക്ഷമായത്? ഹെൻറിയുടെ ചോദ്യം കേട്ട് ജെറി ഒരു നിമിഷം ഇടിവെട്ടേറ്റവനെ പോലെ ഇരുന്നുപോയി. എന്ത്? താങ്കൾ എങ്ങനെ അതറിഞ്ഞു? ജെറി വിശ്വാസം വരാതെ ഹെൻറിയെ തറപ്പിച്ചു നോക്കി. യാതൊരു ഭാവഭേദവും കൂടാതെ ഹെൻറി തുടർന്നു. പറയൂ, എങ്ങനെയാണ് പ്രഭു അപ്രത്യക്ഷനായത്? താങ്കൾ ഇവിടെ തന്നെ ഇരിക്കുകയില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ്? ജെറി അന്താളിപ്പോടെ ചോദിച്ചു. എന്റെ ചോദ്യത്തിന് ഇപ്പോഴും താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ചെറു ചിരിയോടെ ഹെൻറി ഓർമ്മിപ്പിച്ചപ്പോൾ ജെറി താൻ കണ്ടതൊക്കെയും വള്ളി പുള്ളി വിടാതെ ഹെൻറിയോട് തുറന്നു പറയാൻ നിർബന്ധിതനായി. താൻ പറഞ്ഞവസാനിപ്പിച്ചിട്ടും അവരുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും കാണാനാകാഞ്ഞത് ജെറിയിൽ കൂടുതൽ അമ്പരപ്പ് പടർത്തി. ജെറി പറഞ്ഞത് കേട്ട് ഹെൻറിയും ആർതറും കാതറിനും ഒരു നിമിഷം പരസ്പരം നോക്കി. അവരുടെ മൗനം ജെറിയെ വീണ്ടും അസ്വസ്ഥനാക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഹെൻറി തന്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ടേയിരുന്നു. കടുത്ത ചിന്തകളിൽ അയാളിൽ ചില ആത്മസംഘർഷങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ജെറി മനസ്സിലാക്കി. ഗ്ലാസ്സിലിരുന്ന വൈൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് ഹെൻറി ചുണ്ടുകൾ തുടച്ചു. പിന്നെ കണ്ണുകൾ അടച്ചിരുന്നു, ഒരു ധ്യാനത്തിലെന്ന പോലെ. ജെറി ഇമവെട്ടാതെ ഹെൻറിയെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുമ്പോൾ അയാൾ പതിയെ കണ്ണുകൾ തുറന്നു. അയാളുടെ കണ്ണുകളിലെ ആഴം ജെറിയെ ആശ്ചര്യപ്പെടുത്തി. ഏതോ ദിവ്യമായ ഒരു പ്രകാശം ഹെൻറിയുടെ കണ്ണുകളിൽ തുടിക്കുന്നുണ്ടെന്ന് ജെറി കണ്ടു. പിന്നെ സാവകാശം അയാൾ ജെറിയെ നോക്കി. പ്രഭു ആരാണെന്നും എന്താണെന്നും അയാൾ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും താങ്കൾക്ക് മുന്നിൽ ഇതിനോടകം വെളിപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ ഉത്തരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് സുഹൃത്തെ? ശാന്തസ്വരത്തിൽ ഹെൻറി ചോദിച്ചു. ജെറിക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത്? പകപ്പോടെ ജെറി ചോദിച്ചു. ഇനിയും താങ്കൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ കൺമുന്നിൽ കാണേണ്ടി വന്നേക്കാം. അതൊക്കെ സമചിത്തതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിലാണ് പ്രഭു നേരത്തെ സൂചിപ്പിച്ച ആ അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഒരു പ്രവചന സ്വഭാവമുള്ളതാണ് ഹെൻറിയുടെ വാക്കുകളെന്ന് ജെറിക്ക് തോന്നി. ഇതിനോടകം ഹെൻറിയുടെ തണുപ്പൻ പ്രതികരണങ്ങൾ ജെറിയിൽ സംശയങ്ങളുടെ വിത്തുപാകി കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യൻ വെറും ഒരു പുരോഹിതൻ മാത്രമാണെന്ന് ഇപ്പോൾ ജെറിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതുമില്ല. പ്രഭു ഹെൻറിയെ പലവട്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നത് അയാൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു.
ഹെൻറിയിൽ താൻ കണ്ടതിനപ്പുറം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ഇപ്പോൾ ജെറിക്കും തോന്നിത്തുടങ്ങിയിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏതോ മുൻധാരണകൾ ഉള്ളിലുള്ള ഒരാളെ പോലെയാണ് അയാളുടെ ഓരോ പ്രവൃത്തിയുമെന്ന് ജെറി ഓർമ്മിച്ചു. താൻ കാണുന്ന ഒരു സാധാരണ പുരോഹിതൻ മാത്രമല്ല ഹെൻറിയെന്നും അതിനപ്പുറം എന്തോ അയാളിൽ കുടികൊള്ളുന്നുണ്ടെന്നും ജെറി ഉറപ്പായും വിശ്വസിച്ചു. ഒപ്പം മറ്റു രണ്ടുപേരും തന്നിൽ നിന്ന് വ്യത്യസ്തമായി ഹെൻറിയുമായി ചേർന്ന് കാര്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ് നേരിടുന്നതെന്നും പ്രതികരിക്കുന്നതെന്നും അയാൾക്കുറപ്പായി. 100 ചോദ്യങ്ങൾ സംശയങ്ങളായി ജെറിയുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. പ്രഭുവിനും ഹെൻറിക്കുമിടയിൽ ദുരൂഹത നിറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ വരാനിരിക്കുന്ന ദിനങ്ങൾ ഹെൻറി മുൻപ് സൂചിപ്പിച്ചതുപോലെ അപകടങ്ങൾ നിറഞ്ഞതായിരിക്കുമോ? അതിൽ നിന്നും തനിക്ക് എങ്ങനെ സുരക്ഷിതനാകാൻ കഴിയും? ചിന്തകൾ ജെറിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഹെൻറി ജെറിയുടെ തോളിൽ കൈവച്ചിട്ട് അയാളുടെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. മനുഷ്യന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നതിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലേറ്റപ്പെട്ട ആ മനുഷ്യപുത്രനിൽ താങ്കൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ശാന്തമായ സ്വരത്തിൽ ഹെൻറി ചോദിച്ചു. ഏതോ ക്രൈസ്തവ ദേവാലയത്തിലെ കുമ്പസാരക്കൂട്ടിൽ നിന്നുയരുന്ന ദൈവീകമായ വാക്കുകളാണ് തന്റെ കാതുകളിലേക്ക് എത്തുന്നതെന്ന് ഒരു നിമിഷം ജെറിക്ക് തോന്നി. ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെയായിരുന്നു ജെറിയുടെ മറുപടിയും. നല്ലത്, അതുമാത്രം മതി. താങ്കൾ ഇപ്പോൾ മനസ്സിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരമായി. ജെറി ആകെ വല്ലാതെയായി. തന്റെ മനോവ്യാപാരം പോലും അതേപടി മുന്നിലിരിക്കുന്ന ഒരാൾ വ്യക്തമായി പറയുന്നു. ജെറിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കൈകളുയർത്തി ഹെൻറി ജെറിയുടെ നെറ്റിയിൽ ഒരു കുരിശു വരച്ചു. ഇനി ഞാൻ പറയുന്നതെല്ലാം സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മാത്രം കേൾക്കുക. ഭയത്തിന് മനസ്സിൽ ഒരു വിധത്തിലുള്ള സ്ഥാനവും കൊടുക്കാതിരിക്കുക. കാരണം ഭയമാണ് അവൻ. ഹെൻറി ഒന്ന് നിർത്തി. ആര്? ജിജ്ഞാസാപൂർവം ജെറി ചോദിച്ചു. മറ്റാര്? പ്രഭു. ഭയപ്പെടുത്തി മാത്രമേ ഉത്തമ ദൈവവിശ്വാസമുള്ള ഒരു മനസ്സിലേക്ക് അവന് കുടിയേറാൻ കഴിയൂ. അതിന് കഴിയും വരെ അവൻ നമുക്ക് ചുറ്റും ഭയത്തിന്റെ ഭയാനകമായ ഒരു ലോകം തന്നെ സൃഷ്ടിക്കും. ഒരു വേള തൊട്ടടുത്ത നിമിഷം പോലും. ഹെൻറിയുടെ വാക്കുകൾ ജെറിയുടെ സിരകളിൽ ഭീതിയുടെ തീ കോരിയിട്ടു. സത്യത്തിൽ ആരാണ് ഈ പ്രഭു? വിറയാർന്ന നാവുകൾ ഉയർത്തി ജെറി ചോദിച്ചു. മുറിയിലെ പന്തത്തിന്റെ ഇത്തിരി വെട്ടം ശക്തിയായി ഒന്ന് ഉലഞ്ഞാടി. അവൻ ഇരുട്ടിന്റെ രാജകുമാരൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുദ്ധക്കളത്തിൽ തുർക്കികളാൽ തലയറുക്കപ്പെട്ട് മരിച്ചു വീണിട്ടും ഒടുങ്ങാത്ത രക്തദാഹവുമായി ഇന്നും മരണമില്ലാതെ ജീവിക്കുന്നവൻ. ഈ കോട്ടയുടെ ഇരുണ്ട ഇടങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ദുരാത്മാവ്, ഡ്രാക്കുള പ്രഭു. ഹെൻറി പറഞ്ഞു തീരുന്നതിനു മുമ്പ് മുറിയിലെ അവസാന പന്തവും കാറ്റിലുലഞ്ഞു കെട്ടതും മുറിയിലാകെ അന്ധകാരം നിറഞ്ഞതും ഒന്നിച്ചായിരുന്നു. ഇരുട്ടിൽ അതിഭീകരമായ ഒരലർച്ചയോടെ തീൻമേശയുടെ മുകളിൽ ഏതാനും രൂപങ്ങൾ വായുവിൽ വട്ടത്തിൽ പറന്നു. പിന്നെ അവർക്ക് മുന്നിലേക്ക് വന്ന് അവറ്റകൾ തങ്ങളുടെ നാവുകൾ ആർത്തിയോടെ നുണയുന്നതായി എല്ലാവർക്കും അനുഭവപ്പെട്ടു.